ഈ വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴേ ഇതിൻ്റെ ക്ലച്ചിന് ഭയങ്കര പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലച്ചിന് പ്ലേ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനു വേണ്ടി നിങ്ങൾ വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടു കൊടുക്കണ്ട. നൈസായിട്ട് ബോണറ്റ് വെക്കുക. ഇവിടെ ഒരു സാധനം ഉണ്ട്, കണ്ട. ഈ ബോണറ്റ് തുറന്നു നോക്കിക്കാണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക വണ്ടികളിലെയും ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടാവാം ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ കേബിൾ, ക്ലച്ചിൻ്റെ കേബിൾ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്, ഒന്നില്ലെങ്കിൽ ഒരാളോ ആരെങ്കിലും ഇവിടെ എടുത്തിട്ട് നിങ്ങളുടെ പാർട്ണറോ ഫ്രണ്ടോ ആരെങ്കിലും എടുത്തിട്ട് ക്ലച്ച് ചവിട്ടി നോക്കുക. അപ്പോൾ ഈ സാധനം അങ്ങോട്ട് വലിയുന്നുണ്ടെങ്കിൽ അതാണെന്ന് മനസ്സിലാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തത്, ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചു, എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് ചവിട്ടി നോക്കിയപ്പോൾ മനസ്സിലായി ഏതാണെന്നുള്ളത്. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഈ ക്യാപ്പ് അഴിച്ച് മാറ്റാം. ഓക്കെ, ക്യാപ്പ് കൊണ്ട് അഴിച്ച് മാറ്റാം പറ്റും. ക്യാപ്പ് ഇങ്ങനെ അഴിച്ച് മാറ്റാം. ക്യാപ്പ് അഴിച്ച് മാറ്റിയിട്ട് സ്പാൻഡർ, ഇപ്പോൾ ഇത് 13-ൻ്റെ സ്പാൻഡറാണേ. സ്പാൻഡർ കൊണ്ടുവന്നിട്ടിട്ട് ഒന്നത് അഴിച്ചു കൊടുത്താൽ, ഇല്ല മുറുക്കി കൊടുത്താൽ റൈറ്റിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റ് ആവും, ലെഫ്റ്റിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിയും. ടൈറ്റ് ചെയ്യണമെന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ആ പ്ലേ മാറി കിട്ടും. ഓക്കെ, ഈ ഒരു ചെറിയ കേസിനൊന്നും വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണമെന്നില്ല. ഓക്കെ.